നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ബോക്സ് ഓഫീസ് നേട്ടത്തോളം തന്നെ മൾട്ടിപ്ലക്സുകളിലെ കളക്ഷനും സിനിമാക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന പല സിനിമകളും കൊച്ചിയിലെ മൾട്ടിപ്ലക്സിൽ ആ പ്രകടനം ആവർത്തിക്കണമെന്നില്ല. ഏകദേശം 30ഓളം സ്ക്രീനുകളാണ് വിവിധ മൾട്ടിപ്ലക്സുകളിലായി കൊച്ചിയിലുള്ളത്. കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകളിൽ അതിവേഗം 2 കോടി നേടിയ ചിത്രങ്ങളിൽ മുന്നിൽ മോഹൻലാൽ തന്നെയാണ്. ആദ്യ 5 ചിത്രങ്ങളുടെ പട്ടികയിൽ ഒപ്പമുള്ളത് പൃഥ്വിരാജും നിവിൻ പോളിയും മാത്രം. മമ്മൂട്ടിയോ ദുൽഖറോ ആദ്യ 5 പട്ടികയിലില്ല എന്നർത്ഥം. പൃഥ്വിരാജിനും നിവിനും 2 ചിത്രങ്ങൾ വീതമുണ്ട്. അമർ അക്ബർ അന്തോണി പട്ടികയിൽ ഇടം പിടിച്ചത് ജയസൂര്യയ്ക്കും ഇന്ദ്രജിത്തിനും ഗുണമായിട്ടുണ്ട്. മൾട്ടിപ്ലക്സിൽ മോഹൻലാലിന്റെ പുലിമുരുകൻ തന്നെയാണ് മുന്നിൽ. 2016 സെപ്റ്റംബറിൽ പൂജാവധി കണക്കാക്കി റിലീസിനെത്തിയ ചിത്രം 16 ദിവസങ്ങൾ കൊണ്ടാണ് കൊച്ചിയിലെ മൾട്ടിപ്ലക്സിൽ നിന്നും 2 കോടി നേടിയത്. 150 ദിവസം പിന്നിട്ട ചിത്രം ഇതിനകം 150 കോടി നേടിക്കഴിഞ്ഞു. ഫെബ്രുവരി 10 തിയേറ്ററുകളിലെത്തിയ പൃഥ്വിരാജ് ചിത്രം എസ്രയാണ് 2ാം സ്ഥാനത്തുള്ളത്. മലയാള സിനിമയിൽ നിലവിലുള്ള ഹൊറർ സങ്കല്പങ്ങൾ തിരുത്തി എഴുതിയ എസ്ര 22 ദിവസങ്ങൾ കൊണ്ടാണ് 2 കോടി നേടിയത്. ജൂത പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ചിത്രീകരണ ശൈലിയോടെ ഇറങ്ങിയ എസ്ര ഇപ്പോഴും കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിറഞ്ഞോടുകയാണ്. നിവിൻ പോളിയാണ് 3ാം സ്ഥാനത്തുള്ളത്. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ജേക്കബിന്റെ സ്വർഗരാജ്യം 23 ദിവസം കൊണ്ടാണ് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്നും 2 കോടി നേടിയത്. 7.5 കോടി മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ ചിത്രം 35 കോടിയോളം രൂപ കളക്ഷൻ നേടിയിരുന്നു. 24 ദിവസം കൊണ്ട് അമർ അക്ബർ അന്തോണി കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 2 കോടി രൂപ നേടി. 2015 ഒക്ടോബർ 16 പൂജ റിലീസായിട്ടായിരുന്നു ചിത്രം പ്രദർശനത്തിലെത്തിയത്. കേരളത്തിലെ യുവപ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റിയ നിവിൻ പോളി ചിത്രവും ഈ പട്ടികയിൽ ഇടം പിടിച്ചു. യഥാർത്ഥത്തിൽ 5ാം സ്ഥാനത്തല്ല, അമർ അക്ബർ അന്തോണിക്കൊപ്പം 4ാം സ്ഥാനം പങ്കിടുകയായിരുന്നു പ്രേമം. ഉത്സവകാലത്തിന്റെ പിൻബലമില്ലാതെ 2015 മെയ് 29 തിയേറ്ററുകളിലെത്തിയ ചിത്രം 24 ദിവസങ്ങൾ കൊണ്ട് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 2 കോടി നേടി. 4 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം 60 കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.